ഹലോ, ആയിസ്റ്റേഴ്സ് വേൾഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മളിന്ന് കണ്ടിട്ട്, കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പൊന്നൂസിന് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ അടുത്താണ് കേട്ടോ പോകുന്നത്. അവിടെ ഒരു പാർക്ക് ഉണ്ട്, ഒരു ഫാം ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം മക്കളായിട്ട് അവിടെ ഒന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതി പോവാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ പ്ലേസ്. അപ്പോൾ ഇതാ ഇവിടെ പൊന്നൂസിൻ്റെ സ്കൂളിൽ കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ. ഡിസംബർ 21 തൊട്ടിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ്. സ്കൂളായാലും അവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ്, അവിടുത്തെ മാനേജ്മെൻറ്റൊക്കെ. അങ്ങനെ ഞങ്ങളിതാ പാർക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ, നല്ല പീസ്ഫുള്ളാണ്. ശരിക്കും മൈൻഡൊക്കെ സെറ്റാകും നമ്മുടെ. അതുപോലെ തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ എല്ലായിടത്തും, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. ഇവിടെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ അത്രയും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ സ്ഥലം. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാവും. അപ്പോൾ പൊന്നൂസിനും ഉണ്ണിമോനും അങ്ങനെ അങ്ങോട്ട് കിട്ടത്തില്ല. കാരണം കുട്ടികളൊക്കെ ഇടിച്ച് കയറിയിട്ടാണ് കേട്ടോ ഓരോ ഐറ്റത്തിലും കയറുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ സമയം കളിക്കാനൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് വന്നതാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു പ്ലേസാണ് കേട്ടോ ഇത്. നമ്മുടെ വീടിനടുത്തായത് കാരണം കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. കുറച്ച് നേരം മക്കളൊക്കെ കളിക്കാനും അവർക്ക് കുറച്ച് നേരമൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനൊക്കെ അടിപൊളി ഒരു പ്ലേസാണ്. അപ്പോൾ ഉണ്ണിമോന് കുഞ്ഞു കുട്ടിയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവന് അധികം റൈഡിലൊന്നും അങ്ങനെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കക്ഷിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടവും അതുപോലെ തന്നെ എല്ലാത്തിലും ഒന്ന് കയറി നോക്കണം എന്നൊക്കെയുള്ളൊരു ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിൽ എങ്ങനെയാണ് കയറേണ്ടതെന്നൊക്കെ പുള്ളിക്കാരൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയില്ല ആൾക്ക്. പപ്പ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞതിൻ്റെ പേരിൽ അന്ന് തന്നെ പാർക്കിൽ പോകണം പപ്പ എന്ന് പറഞ്ഞിട്ട് പപ്പേനെ പിടിച്ച് വലിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. കാരണം 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അനീഷേട്ടൻ തിരിച്ച് മസ്കറ്റിലോട്ട് പോവും ലീവ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കങ്ങനെ പുറത്തൊന്നും പോകാൻ പിന്നെ പറ്റില്ല. അപ്പോൾ അതാണ് ഇന്ന് തന്നെ പോയത്. അപ്പോൾ അടുത്തുള്ള സ്ഥലമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാമല്ലോ, അങ്ങനെ പോയതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഉണ്ണിമോനെ ഓരോ റൈഡിലും കയറ്റുന്നുണ്ട്. ആൾക്ക് കുറച്ചൊക്കെ പേടിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ആദ്യമായിട്ടാണ് അവൻ. ഇതിലും ചെറുപ്പത്തിൽ വന്നതൊന്നും ശരിക്കും അവൻ ഓർമ്മയുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ കുഞ്ഞു കുട്ടിയാണല്ലോ. അപ്പോൾ ആൾക്ക് അന്നൊക്കെ ഇരുത്തുന്നതും പിടിക്കുന്നതൊന്നും ഓർമ്മ കാണില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ, എനിക്കങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ പൊന്നൂസ് ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. ആളുടെ ഓരോ ഐറ്റത്തിൽ കളിക്കുന്നുണ്ട്, ചാടി കളിക്കുന്നുണ്ട്. ഉണ്ണീനെ ഒന്നും ആൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഉണ്ണീനെ പപ്പ തന്നെയാണ് ഓരോ റൈഡിലും പിടിച്ച് ഇരുത്തുന്നതും അവനെ കളിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ കുറച്ച് നേരം ആൾക്ക് അവിടെ ഇരിക്കുമ്പോൾ വലിയ ഇഷ്ടമാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങണം, അടുത്തേക്ക് കയറണം. അപ്പോൾ നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ അവന് കയറ്റി എല്ലാത്തിലൊക്കെ ഒന്ന് കയറ്റി സന്തോഷിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ വലിയ വലിയ റൈഡിലൊന്നും കയറാനായിട്ടൊന്നും ആൾക്ക് പറ്റില്ല. അപ്പം അറിയില്ല. പിന്നെ നമ്മളും റിസ്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഞാൻ അതേപോലെ തന്നെ മുകളിൽ കയറിയിട്ട് അവനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതിനകത്തൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ കാണിക്കുന്നത് പോലെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ആൾക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ട്. അവനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഒറ്റയ്ക്ക് കയറാനും പിടിക്കാനൊന്നും ആൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ഒത്തിരിക്കോളം പേടിയുണ്ട്. പതുക്കെ തപ്പി പിടിച്ചിട്ടാണ് കേട്ടോ ഓരോന്നിൽ കയറാനായിട്ട് നോക്കുന്നത്. പിന്നെ നമുക്കും വല്ലാണ്ട് അങ്ങോട്ട് റിസ്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഓരോ സ്ലൈഡറിലൊക്കെ കയറ്റിയതാണ്. അപ്പോൾ പിന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അധികം വെയിലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ അവർക്ക് കളിക്കാനൊക്കെ പറ്റിയിട്ടോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അവിടെ കാക്കാത്തുരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഇത്, ഈ പാർക്കും ഈ ഫാമൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് പാർക്കും ഫാമൊക്കെ ഉള്ളവരുടെ പേരിൽ തന്നെ കുറേ അധികം സമയം തന്നെ നമുക്കിവിടെ ചിലവഴിക്കാനായിട്ട് പറ്റും. ഒരുപാട് ഏരിയ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയവർക്കാണെങ്കിലും കുറച്ച് നേരം ഈ എന്താ പറയുക ടെൻഷൻ ഫ്രീ ആവാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ ഒരു നഴ്സറി ഫാമുണ്ട്.
വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ ഓരോ ഐറ്റംസ് ഉണ്ട്. ഞാൻ കുറേയൊക്കെ നോക്കി കണ്ടു. ഒരുപാടൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മക്കൾക്ക് ഇതിലൊന്നും കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അവർക്ക് കളിക്കണം എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടിയതൊക്കത്തിന് കുറച്ച് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതിൻ്റെ പേരിൽ തന്നെ അവർക്ക് ഇതൊക്കെ ഭയങ്കര പരിചയമാണ്. ഇവിടുത്തെ ഓരോ മുക്കും മൂലയൊക്കെ അറിയാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് എന്താ പറയുക, ഇതിൻ്റെ പേര് എനിക്ക് വലിയ നിശ്ചയമില്ല. പിന്നെ അങ്ങനെയാണ്. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ അതൊക്കെ നോക്കി അവിടെ നിന്നു. പിന്നെ ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പിന്നെ പൊന്നൂസിനൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ അവനെ കയറണ്ട. പിന്നെ ഉണ്ണിമോൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനെ അത് കാരണം കൊണ്ട് കയറിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ വെള്ളത്തിൽ കുറച്ച് നേരം ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ണിമോനെ പേടിയാണ്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു ആൾ. നമ്മളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കായിരുന്നു. ആൾക്ക് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കുറേ നേരം നടക്കണം, അതാണ് അവനിഷ്ടം. അതുപോലെ തന്നെ കാർ റൈഡിങ്ങും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പിന്നെ എന്താ പറയുക, അവിടെ ഒരു വലിയ ആനേനെ അവർ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഇങ്ങനെ വാർത്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കുറേ കുതിരകളും അതുപോലെ തന്നെ ഒരു ഐറ്റത്തിനെ ഞങ്ങൾ കണ്ടു. ഒട്ടകമാണ്. അപ്പോൾ ഇതിന് വേറൊരു പേരാണ് കേട്ടോ അവരവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടു. അതൊക്കെ കണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതേപോലെ ഇങ്ങനെ കുഞ്ഞി ഇതുകളെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കുറേ നേരം അവിടെ നിന്നു. അവിടെ നിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ പോരുന്നേ ഉണ്ടായിരുന്നില്ല. അവരാണെങ്കിലോ നല്ല 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തല്ലൂട്ടാണ്. അപ്പോൾ അത് കണ്ടു നിൽക്കാനായിട്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് കുറേ നേരം കണ്ടു നിന്നു. പിന്നെ അവിടെ നിന്ന് ആ ഭാഗത്തുനിന്ന് പോരണമെങ്കിൽ ഒരുപാട് പണി കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അവിടെ നിന്ന് തന്നെ പോകുന്നത്. അപ്പോൾ അവിടെ അതൊക്കെ കുറേ നേരം കണ്ടൊക്കെ നിന്ന്. പിന്നെ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ അവരുടെ ഒരു യൂറിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവില്ല. ഒരുപാട് നേരം അതൊന്നും കേട്ട് നിൽക്കാനായിട്ട് ഞാൻ സമ്മതിച്ചില്ല. അത് കാരണം കൊണ്ട് തന്നെ വേഗം ആ ഭാഗത്തുനിന്ന് 2 എണ്ണത്തിനെ ഓടിപ്പിച്ചു. പിന്നെ അതിന് ശേഷം ചായ കുടിക്കണ സമയമായപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ചെറിയൊരു എന്താ പറയുക, ഒരു കഫേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടും നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. നല്ല ചൂടുള്ള പരിപ്പുവടയും മുളക് ബജിയൊക്കെയാണ് കഴിച്ചത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കൂടി കഴിച്ചു. അപ്പോൾ ചായ ഞാൻ കുടിക്കത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊരു ഐസ്ക്രീം കഴിച്ചു കേട്ടോ. അപ്പം ഞാൻ കഴിക്കുമ്പോൾ പിന്നെ അവരൊന്നും വേണ്ടാന്ന് പറയില്ല. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടാണ് വാങ്ങിച്ചത്. ഉണ്ണിമോൻ ദീപശിക കൊണ്ട് നടക്കുന്ന പോലെയായിരുന്നു കേട്ടോ ഐസ്ക്രീം കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നത്. അത് തായോ അമ്മ കുറേശ്ശെ വെച്ച് തരാമെന്നൊന്നും പറഞ്ഞിട്ട് ആൾ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഗിഫ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ പോയത്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു കൊച്ചു വിശേഷം നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ.